എല്ലാവർക്കും നമസ്കാരം. ഞാൻ എസ്പിൻ. നമ്മുടെ കേരളത്തിൻ്റെ ഇലക്ഷൻ റിസൾട്ടിനോടൊപ്പം മലയാളികൾ അത്രത്തോളം ആഘോഷിച്ച അല്ലെങ്കിൽ അത്രത്തോളം അത്ഭുതത്തോടെ കണ്ട ചർച്ച ചെയ്ത ഒരു റിസൾട്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ദളപതി വിജയ് മൊത്തം ഞെട്ടിച്ച് കളഞ്ഞില്ലേ? നമ്മളെ മാത്രമല്ല, അതായത് തമിഴ്നാടിനെയോ കേരളത്തെ മാത്രമല്ല, ഓവറോൾ ഇന്ത്യയെ തന്നെ മൊത്തത്തിൽ നിന്ന് ഷെയ്ക്ക് ചെയ്യുകയാണ്. അതായത് പുതിയൊരു പാർട്ടി 2 വർഷത്തിന് മുകളിൽ മാത്രമേ ആ ഒരു പാർട്ടി ആയിട്ടുള്ളല്ലേ രൂപീകരിച്ചിട്ട്, ആ ഒരു പാർട്ടി അടിച്ച് തൂക്കുകയാണ്. 108 മണ്ഡലങ്ങളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കുകയാണ്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എന്തിനേറെ പറയുന്നു, അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന MK സ്റ്റാലിനെ വിജയുടെ പാർട്ടിയായിട്ടുള്ള TVKയുടെ കാൻഡിഡേറ്റ് കൊളത്തൂരിൽ 8795 വോട്ടിന് തോൽപ്പിക്കുകയാണ്. മിന്നുന്ന വിജയം. ഒരു മുഖ്യമന്ത്രിയാണ് ഒരു പുതിയ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് വന്ന VS ബാബു, VS ജീവിത ബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്, അദ്ദേഹം തോൽപ്പിക്കുന്നതല്ലേ. അപ്പോൾ അത്രത്തോളം സ്റ്റാലിനെ സംബന്ധിച്ച് വളരെ നാണം കെട്ടൊരു തോൽവിയായിരുന്നു ഇത്. കാരണം സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ SPA എന്ന് പറയുന്ന ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ട് നിലവിൽ 23 പാർട്ടിയുള്ളൊരു, ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ തമിഴ്നാട് ഇലക്ഷനെ പറ്റി പറയുവാണെങ്കിൽ, റിസൾട്ടിനെ പറ്റി പറയുവാണെങ്കിൽ, കാരണം ഈവൻ ദ റിസൾട്ട് ഈസ് കൺഫ്യൂസിംഗ് ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുവാണെങ്കിൽ LDF, UDF, NDA, ഈ LDFിൽ മെയിനായിട്ട് CPIM ആണെങ്കിൽ നമ്മൾ CPIM എന്നും പറഞ്ഞല്ല ഒരിടത്തും റിസൾട്ട് ഇടുന്നതല്ലേ. പക്ഷേ നമ്മൾ തമിഴ്നാട്ടിലേക്ക് വരുവാണെങ്കിൽ ഒരു പ്രശ്നം എന്തെന്നാൽ, അതൊക്കെ പറ്റി പറയാം, അതിലേക്കാണ് നമ്മൾ വരുന്നത്. മറിച്ച് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച, അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ കാതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്തെന്നാൽ, വിജയ് മുഖ്യമന്ത്രി ആകുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും ഇന്നലെ തന്നെ ഒരുപാട് സ്റ്റാറ്റസും പോസ്റ്റും AI വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് വിജയ് CMൻ്റെ കാറിൽ വന്നിറങ്ങുന്നു തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് തമിഴ്നാട്ടിൽ 234 സീറ്റാണ്. അപ്പോൾ ഭൂരിപക്ഷം തയ്ക്കാൻ എത്രയാണ് വേണ്ടത്? 234 പകുതി പ്ലസ് 1, അതായത് 118 സീറ്റാണ് ഒരു ഗവൺമെൻറ് രൂപീകരിക്കാനായിട്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷം തയ്ക്കാനായിട്ട് ഒരു മുന്നണിക്ക് വേണ്ടത്. പക്ഷേ വിജയ്ക്ക് നിലവിലുള്ളത് 108 സീറ്റാണ്. ഈ 108 മണ്ഡലങ്ങളിൽ ജയിച്ചെങ്കിലും നിലവിൽ 107 പേരേ ഉള്ളൂ. കാരണം വിജയ് 2 മണ്ഡലങ്ങളിലും മത്സരിച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു, പേരാമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും അല്ലേ. അപ്പോൾ 107 മറ്റേ ഒരു മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ വരും, അവിടെ TVക്ക് തന്നെ ജയിക്കുമായിരിക്കാം. പക്ഷേ നിലവിൽ ഗവൺമെൻറ് രൂപീകരിക്കണമല്ലോ. അപ്പോൾ 107 പ്ലസ് 11 കൂട്ടിയാൽ മാത്രമേ 118 ആകത്തുള്ളൂ. അതായത് 11 പേരുടെ പിന്തുണ കൂടെ വിജയുടെ TVK ഉണ്ടെങ്കിൽ മാത്രമേ വിജയ്ക്ക് ഒരു ഗവൺമെൻറ് രൂപീകരിച്ച് മുഖ്യമന്ത്രിയാകാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. വിജയ്ക്ക് ഇത്രയൊക്കെ കൊണ്ടെത്തിക്കാൻ അറിയാമെങ്കിൽ അതും അദ്ദേഹത്തിന് ചെയ്യാനറിയാം. ചെയ്യും, വിജയ് ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ വഴി കണ്ട് ചെയ്യും. പക്ഷേ അതത്രത്തോളം സിമ്പിളല്ല. ഇവിടെ പല ഫേസ്ബുക്ക് കമൻസിൽ കാണുന്ന പോലെ കുറച്ച് ആൾക്കാരെ അവിടുന്ന് കൂട്ടിയാൽ പോരെ ഇവിടുന്ന് കൂട്ടിയാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുവാണെങ്കിലാണ് നിങ്ങൾക്ക് പറ്റുന്ന തെറ്റ്. അത്രയും എളുപ്പമല്ല നിലവിലെ കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് TVKക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അത് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളാം. കാരണം നമ്മളുടെ രാഷ്ട്രീയം പോലെ അത്ര എളുപ്പമല്ല ദ്രാവിഡ രാഷ്ട്രീയം. അതോടൊപ്പം അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗ് ജയിച്ചിട്ടുണ്ട്, CPI, CPM ജയിച്ചിട്ടുണ്ട്. ഇവർ സ്വതന്ത്രരായിട്ടാണോ നിൽക്കുന്നത്? ഇവർക്ക് പെട്ടെന്ന് കയറി ഇപ്പോൾ കോൺഗ്രസ്സിന് കയറിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വിജയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ കക്ഷികൾ ജയിച്ചിട്ടുണ്ട്, അവർക്ക് വിജയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നതല്ലേ. അതിലൊക്കെയുള്ള പ്രശ്നമാണ് ഒരു മൊത്തം അവിയൽ പരുവത്തിൽ കിടക്കുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ, ബംഗാളിൽ മമതാ ബാനർജി, അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി തോറ്റു. അപ്പോൾ എന്താണ് സ്ഥിരം പല്ലവിയാണ്, ഈ കൗണ്ടിങ് സെൻറ്റേഴ്സ് ഉണ്ടല്ലോ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന്. എങ്ങനെ ഇരിക്കുന്നു? ഇത്രയും നാൾ EVM ആയിരുന്നു, ഇപ്പോൾ കൗണ്ടിങ് സെൻറ്റേഴ്സ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് മമത പറയുന്നത്. ഇവരുടെ അടക്കം പോളിംഗ് ഏജൻറ്റ്സ് പങ്കെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു കൗണ്ടിങ് എന്നുള്ളത്. അതിനെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വിജയുടെ വിഷയത്തിലേക്ക് വരാം. സ്റ്റാലിനെ മലർത്തിയടിച്ച VS ബാബു എന്ന VS ജീവിത ബാബുവിനെ പറ്റിയിട്ട് 2 വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരു റൂളിംഗ് മുഖ്യമന്ത്രിയെ പുതിയൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാരമല്ല. അതുപോലെ തന്നെ ഈ മനുഷ്യനും നിസ്സാരമല്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇദ്ദേഹം ഫോർമർലി എവിടുത്തെ പ്രവർത്തകനാണെന്ന് നോക്കുകയാണെങ്കിൽ DMKയിലും AIADMKയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും ഇതേ സ്റ്റാലിൻ്റെ പാർട്ടിയായിട്ടുള്ള DMK അഥവാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിലെ ശക്തനായിട്ടുള്ള കരുത്തുറ്റ പ്രവർത്തകനായിരുന്നു VS ബാബു എന്നുള്ളത്. 2006 DMKയുടെ സ്ഥാനാർത്ഥിയായിട്ട് പുരസവാൽക്കം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ഇദ്ദേഹം MLA ആയിട്ട് നിയമസഭയിലേക്ക് പോവുകയാണ്. 2006 മുതൽ 2011 വരെ ഇദ്ദേഹം അവിടെ MLA ആയിട്ട് തുടർന്നു. പക്ഷേ സ്റ്റാലിൻ അന്നൊന്നും മത്സരിച്ചില്ല കേട്ടോ. സ്റ്റാലിൻ ആദ്യമായിട്ട് മത്സരിക്കുന്നത് 2011 ഇലക്ഷനാണ്. 2011 ഇലക്ഷൻ മത്സരിക്കുമ്പോൾ VS ബാബുവിനായിരുന്നു പാർട്ടിയുടെ ആ ഒരു മണ്ഡലത്തിലെ ഇലക്ഷൻ ചുമതലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2011 സ്റ്റാലിനേക്കാളും ജനപ്രീതി ഉണ്ടായിരുന്നത് ഈ VS ബാബുവിനായിരുന്നു. കാരണം VS ബാബു എന്ന് പറഞ്ഞാൽ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ഒന്നും ചെയ്യത്തില്ല. എനിക്ക് പബ്ലിസിറ്റി കിട്ടണം, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്ന ഒരു ചിന്തയില്ല. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലിറങ്ങി അവർക്കൊപ്പം പ്രവർത്തിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടാണ് ഇദ്ദേഹം മുന്നേറി വന്നത്. കുടിവെള്ളം,
കുടിവെള്ളം, ഡ്രൈനേജ്, പാർപ്പിടം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം DMKയുടെ നോർത്ത് ചെന്നൈയുടെ സെക്രട്ടറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം MLA ആയി വരുന്നുണ്ട്. MLA ആയപ്പോഴും ആ സ്ഥാനമാണ് വഹിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും DMKയുടെ കരുത്തുറ്റ നേതാവ്, ചിന്തിക്കാൻ പറ്റാത്ത, സ്റ്റാലിനേക്കാളും ജനപ്രീതി ഉണ്ടായിരുന്ന നേതാവാണ് ഈ VS ബാബു. എന്തായാലും 2011 ഇലക്ഷന് ഞാൻ പറഞ്ഞു സ്റ്റാലിൻ മത്സരിക്കുകയാണ്, കുളത്തൂരിൽ നിന്നാണ് മത്സരിക്കുന്നത്. ആ ഒരു പാർട്ടിയുടെ ഇലക്ഷൻ ചുമതലയൊക്കെ ഉണ്ടായിരുന്നത് ഈ VS ബാബുവിനായിരുന്നു. അങ്ങനെ സ്റ്റാലിൻ ജയിക്കുകയാണ് ആ ഒരു ഇലക്ഷന്. പക്ഷേ ഭൂരിപക്ഷം കുറയുകയാണ്. ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ പാർട്ടിയും സ്റ്റാലിനും ഒക്കെ കുറ്റപ്പെടുത്തുകയാണ്, കടന്നാക്രമിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യനെ ഉണ്ടല്ലോ ഈ DMKയും സ്റ്റാലിനും കൂടെ വേട്ടയാടുകയാണ്, പഴിക്കുകയാണ്. അങ്ങനെ ഈ മനുഷ്യൻ പാർട്ടി വിടുകയാണ്. പാർട്ടി വിട്ട് നേരെ AIADMK പോയി ചേരുകയാണ്. എന്തായാലും അദ്ദേഹം TVK ചേരുന്ന എപ്പോഴാണെന്നറിയാവോ? ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അദ്ദേഹം TVK ചേർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ TVKയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇതേ കുളത്തൂരിൽ നിന്ന് തന്നെ സ്റ്റാലിനെതിരായിട്ട് മത്സരിക്കുകയാണ്. സ്റ്റാലിൻ കഴിഞ്ഞ 2021 ഇലക്ഷന് 50,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച വ്യക്തിയാണെന്ന് ഓർക്കണം. പക്ഷേ അതേ സ്റ്റാലിനെ തന്നെ തൻ്റെ അത്രത്തോളം ആത്മബന്ധമുണ്ടായിരുന്ന, താൻ ചവിട്ടി പുറത്താക്കിയ VS ബാബു ഉണ്ടല്ലോ 8795 വോട്ടിന് തോപ്പിക്കുകയാണ്, മുഖ്യമന്ത്രിയെ തോപ്പിക്കുകയാണ്. ഇതിലും വലിയൊരു പൊളിറ്റിക്കൽ ട്വിസ്റ്റ്, ഇതിലും വലിയൊരു പൊളിറ്റിക്കൽ ഡ്രാമ നമുക്ക് എവിടെ കാണാൻ പറ്റും? അദ്ദേഹത്തെ ചതിച്ച് പുറത്താക്കി ഇതേ വേറെ പാർട്ടി ചെന്ന് നേരെ വന്നിട്ട് അത്രയും കരുത്തുറ്റ, നിലവിൽ അത്രയും ജനപ്രീതിയുണ്ടെന്നൊക്കെ കരുതുന്ന, അവിടുത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള, അത്രയും ഭൂരിപക്ഷമുള്ള 50,000-ലധികം ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ നിന്നുണ്ടല്ലോ സ്റ്റാലിനെ തോപ്പിക്കുകയാണ്. ഇതാണ് VS ബാബു എന്ന VS ജീവിത ബാബുവിനെ പറ്റി പറയുവാണെങ്കിൽ. ഇനി നമുക്ക് സംസാരിക്കാം വിജയ് മുഖ്യമന്ത്രി ആകാൻ അത് എത്രത്തോളം എളുപ്പമാണ്. ഞാൻ പറഞ്ഞു ആകത്തില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് അതിന് കുറച്ച് പ്രശ്നമാണ്. നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന പോലെ ഇവിടുന്നൊക്കെ കുറച്ച് പേരുടെ സപ്പോർട്ട് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നമ്മൾ ഈ തമിഴ്നാട്ടിലെ റിസൾട്ട് കാണുമ്പോൾ തന്നെ എങ്ങനെയാണ്, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കാണുവാണെങ്കിൽ LDF, UDF, ND എന്നും പറഞ്ഞിട്ടാണ്. പക്ഷേ തമിഴ്നാട്ടിൽ നിങ്ങൾ നോക്കിയാൽ കാണുന്നത് TVK, DMK, AIADMK അവരുടെ സീറ്റ് നിലകളാണ് നമ്മളിങ്ങനെ ഇലക്ഷൻ റിസൾട്ട് ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം DMK+, AIADMK+ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇട്ടിട്ടുണ്ട്. അതായത് DMKക്ക് ഇപ്പോൾ കിട്ടിയെന്നും പറഞ്ഞിട്ട് വാർത്തകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളത് 73 സീറ്റല്ലേ? എല്ലാ വാർത്തകളും കണ്ടിട്ടുള്ളത് അങ്ങനെയാണല്ലോ. പക്ഷേ ആക്ച്വലി DMKക്ക് 59 സീറ്റ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു സഖ്യത്തിനാണ് മൊത്തം കൂടെ 73 സീറ്റ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ AIADMKയും ഒരു ചെറിയ സഖ്യമാണ്. പക്ഷേ ഏറ്റവും വലിയ സഖ്യം എന്ന് പറഞ്ഞാൽ DMK നയിക്കുന്ന SPA, സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറയുന്ന ഒരു മുന്നണിയാണ്. നിലവിൽ 23 പാർട്ടികളുണ്ട്, ഒരു അവിയൽ മുന്നണിയാണ് ഈ SPA എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു മലയാളിയുടെ റീൽ കണ്ടിട്ടുണ്ടായിരുന്നു, തമിഴ്നാട്ടിലെ എല്ലാ പാർട്ടികളും ഒന്നായിട്ട് മത്സരിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രചാരണ വണ്ടി ഉണ്ടല്ലോ, എല്ലാ പാർട്ടിയുടെയും കൂടി വെച്ചിരിക്കുന്നു. 23 പാർട്ടികളുണ്ട്. അതിൽ നമുക്കറിയാവുന്ന പല പാർട്ടികളുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, SDPI, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇതെല്ലാം ഉണ്ടല്ലോ അവിടെ ഒരേ കുടക്കീഴിലാണ്. അതാണ് ഈ ഒരു SP എന്ന് പറയുന്ന മുന്നണി. ഇവിടെ SP എന്ന് പറയുന്ന മുന്നണിക്ക് കിട്ടിയ ആകെ സീറ്റും അതിൽ DMKക്ക് എത്ര സീറ്റാണ് കിട്ടിയിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ UDF എന്നും പറഞ്ഞല്ലേ കൊടുക്കുന്നത്, മറിച്ച് നമ്മൾ ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ കോൺഗ്രസ് എന്നും പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് മുസ്ലിം ലീഗിന് സീറ്റ് ഉൾപ്പെടുത്തി പറയാൻ പറ്റും? ഇല്ല. പക്ഷേ ഇവിടെ DMK+ എന്നിട്ടിട്ട് ഈ പ്ലസിൻ്റെ അകത്താണ് മൊത്തം കളി വരുന്നത് കേട്ടോ. എന്തായാലും ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു SP എന്ന് പറയുന്ന അലയൻസ് മുന്നണി ലീഡ് ചെയ്യുന്നത്, നയിക്കുന്നത് സ്റ്റാലിൻ ഒരു ഡിക്റ്റേറ്ററിനെ പോലെ, ഒരു ഏകാധിപതിയെ പോലെ പല റൂൾസും പല കാടൻ നിയമങ്ങളും വെച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് സീറ്റൊക്കെ തരും, പക്ഷേ എല്ലാ പാർട്ടികൾക്കും മത്സരിക്കാനൊന്നും സാധിക്കത്തില്ല. ഞങ്ങൾ പറയുന്ന 23ഓളം പാർട്ടികൾ നിലവിലുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്ന ഇന്ന പാർട്ടികൾക്ക് മാത്രമേ ഇലക്ഷന് മത്സരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി മത്സരിക്കാത്ത പാർട്ടി ഉണ്ടല്ലോ, ഞങ്ങളുടെ ഈ ഒരു സഖ്യം അധികാരത്തിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബോർഡ് ചെയർമാൻ പോലുള്ള സ്ഥാനങ്ങൾ തരുമെന്നൊക്കെയുള്ള ഓഫറുണ്ട്. എന്തായാലും അതിലൊരു നിശ്ചിത പാർട്ടികൾക്ക് മാത്രമാണ് മത്സരിക്കാൻ അധികാരമുള്ളത്. ഇനി മത്സരിക്കുന്ന പാർട്ടികളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ പാർട്ടികളുണ്ടല്ലോ, അവർക്ക് സ്വന്തം ചിഹ്നത്തിൽ പോലും മത്സരിക്കാൻ സാധിക്കത്തില്ല. മറിച്ച് DMKയുടെ ചിഹ്നമായിട്ടുള്ള ഉദയസൂര്യനിൽ തന്നെ അവർ മത്സരിക്കേണ്ടി വരും. അതിൻ്റെ കാരണം എന്തെന്നാൽ ഇവരൊക്കെ ജയിച്ചു കഴിയുമ്പോഴും മറുകണ്ഠം ചാടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ DMKയുടെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ ഇവർക്ക് മറുകണ്ഠം ചാടാൻ സാധിക്കില്ല. കൂറുമാറ്റ നിയമപ്രകാരം അതിൻ്റെ ഒരു ചട്ടവിരുദ്ധതയുണ്ട്. ഈ ഒരു MLA അയോഗ്യനാക്കപ്പെടും. അതുകൊണ്ടാണ് സ്റ്റാലിൻ ചെറിയ ചെറിയ പാർട്ടികൾ, അതിൽ നിന്ന് ചാടാൻ സാധ്യതയുള്ള ആ ഒരു പാർട്ടികൾ ഞങ്ങളുടെ സിമ്പലിൽ, ഞങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് പറയുന്നത്. ഇനി മറ്റു പാർട്ടികൾക്ക്, പ്രമുഖ പാർട്ടികളുണ്ടല്ലോ, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം ലീഗ്, SDPI വരെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. SDPIയുടെ പേര് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവിയൽ മുന്നണിയാണല്ലോ, അതിൻ്റെ അകത്ത് പ്രബലമായിട്ടുള്ള പാർട്ടികൾക്ക് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാം. ഇങ്ങനെയാണ് ഒരു വോട്ടിങ്ങിന് മത്സരിക്കേണ്ട രീതി. ഇനി മത്സരിച്ച് റിസൾട്ട് വരുമ്പോൾ അതിലും ഒരു നിയമം സ്റ്റാലിൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക്, അതായത് DMKക്ക് കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ കിട്ടിയാൽ മറ്റൊരു ജയിച്ച സ്ഥാനാർത്ഥികൾക്കും ഞങ്ങൾ മന്ത്രിസ്ഥാനം, ഭരണം വിട്ടു തരത്തില്ല. നിങ്ങൾ 20 സീറ്റ് ജയിക്കുകയോ 30 സീറ്റ് ജയിക്കുകയോ എന്തായിക്കോട്ടെ, ഞങ്ങൾക്ക്
118 എന്ന് പറയുന്ന DMKക്ക് ഒറ്റയ്ക്ക് 118 അതിന് മുകളിലോട്ടോ കിട്ടിയാൽ വേറെ ആർക്കും ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരില്ല. ഏറ്റവും നല്ല ഉദാഹരണം പറയുവാണെങ്കിൽ 2021 ഇലക്ഷനാണ്. കോൺഗ്രസിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 18 സീറ്റുണ്ട്. പക്ഷേ DMKക്ക് കേവല ഭൂരിപക്ഷം 118 മുകളിലുള്ളതുകൊണ്ട് കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനം ഒന്നും കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാർഡൻ റൂൾസാണ് സ്റ്റാലിൻ വെച്ചിരിക്കുന്നത് ഈ ഒരു SP എന്ന് പറയുന്ന അലയൻസിൽ. അപ്പോൾ എന്തൊക്കെയാണ്? ഒരുപാട് പാർട്ടികളുണ്ട്, എല്ലാ പാർട്ടികൾക്കും മത്സരിക്കാൻ സാധിക്കത്തില്ല. ഇനി മത്സരിക്കുന്ന ചില ശക്തി കുറഞ്ഞ പാർട്ടികൾക്ക് DMKയുടെ സിമ്പലിൽ, ചിഹ്നത്തിൽ മത്സരിക്കണം. ഇനി ബാക്കി പ്രബലമായിട്ടുള്ള പാർട്ടികൾക്ക് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാം. പക്ഷേ DMKക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആർക്കും ഭരണം തരില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് സ്റ്റാലിൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ SP എന്ന് പറയുന്ന അലയൻസിലാണ്. അതായത് DMKക്ക് ഒപ്പമാണ് നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, അതുപോലെ തന്നെ VCK, തോൽ തിരുമാവലന്റെ വിടുതലൈ ചിരുത്തൈകൾ കക്ഷി, അതുപോലെ DMDKക്ക് ഒരു സീറ്റുണ്ട്, ധൈര്യ മുർപോക്ക ദ്രാവിഡ കഴകം, മരിച്ചുപോയ ആക്ടർ നമ്മളുടെ വിജയകാന്ത് ഉണ്ടല്ലോ, വിജയകാന്തിന്റെ പാർട്ടിയാണ് DMDK എന്നുള്ളത്. അപ്പോൾ ഇത്രയും വോട്ടുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അങ്ങനെ 59 പ്ലസ് ഈ ഒരു സീറ്റുകളൊക്കെ വരുമ്പോഴാണ് മൊത്തം കൂടെ 73 SPAക്കാണ് മൊത്തം കൂടെ കിട്ടിയിട്ടുള്ളത്. അതാണ് നമ്മൾ DMK പ്ലസ് എന്നുള്ള ലേബലിൽ കാണുന്നത്. ഇനി AIADMK നോക്കുവാണെങ്കിൽ നമ്മൾ AIADMK പ്ലസ് 53 കാണുന്നത്. അതിൻ്റെ അകത്ത് PMK പട്ടാളി മക്കൾ കച്ചി 4 ഉണ്ട്, BJPക്ക് ഒരെണ്ണമുണ്ട്, AMMK അമ്മ മുന്നേറ്റ മക്കൾ കഴകം അങ്ങനെ എന്തോ ആണ്, അതിനൊരെണ്ണമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ അവിടെ അലയൻസ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ LDF UDF എന്നും പറഞ്ഞ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പോലെ തന്നെ അവിടെ ഈ പ്ലസിൻ്റെ കളിയാണ് വരുന്നതെന്ന് ഓർക്കുക. ഇനിയാണ് ചോദ്യം, ഇനി പലരും ഇതറിയാത്ത പലരുമാണ് പറഞ്ഞത് കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നും 2-3 പേര് അങ്ങോട്ട് വന്നാൽ പോരെ, വളരെ എളുപ്പമല്ലേ. പക്ഷേ ഇവരൊക്കെ ഈ SP അലയൻസ് നിൽക്കുകയാണ്, സ്റ്റാലിനൊപ്പം നിൽക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ SPAയിൽ ഒരു സീറ്റുള്ള DMDK കൃത്യമായിട്ട് പറഞ്ഞു നമ്മൾ സഹകരിക്കില്ല, നമ്മൾ വിജയുടെ കൂടെ കൂടുന്നില്ല. ഇനി VCK ഉണ്ടല്ലോ, വിരുത്തലൈ ചിരുത്തൈകൾ കക്ഷി, നമ്മളുടെ തോൽ തിരുമാവലൻ്റെ, അവരും പറഞ്ഞു ഞങ്ങൾ DMKക്കൊപ്പമായിരിക്കും അടിയുറച്ച് നിൽക്കാൻ പോകുന്നത്. അപ്പോൾ 3 സീറ്റ് ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി വരേണ്ടത് കോൺഗ്രസ്, CPI, CPIM, മുസ്ലിം ലീഗ്, ഇവരുടെ എല്ലാ സീറ്റ് കൂടി കൂട്ടിയാൽ കറക്റ്റ് 11 വിജയ്ക്ക് വേണ്ടതും 11. അപ്പോൾ ഇവരെ എടുത്താൽ മതിയാകില്ല എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നതല്ലേ. അതിലേക്ക് വരാം. എന്തായാലും വിജയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ 3 വഴികളാണുള്ളത്. ഒന്നാമത്തെ വഴിയാണ് നമ്മളിപ്പോൾ പറഞ്ഞ 4 പാർട്ടികളെ അടത്തിയെടുത്ത് തന്നോടൊപ്പം ചേർക്കുക എന്നുള്ളത്. ആ 4 പാർട്ടികളും കൊണ്ട് വിജയ്ക്ക് സുഖമായിട്ട് ജയിക്കാൻ സാധിക്കും. 11 സീറ്റാണ്. പക്ഷേ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ പലരും വിചാരിച്ചിട്ടുള്ള അവരൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മത്സരിച്ച് ജയിച്ചു എന്നാണ്. അല്ല, അവർ DMKയോടൊപ്പം സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള SPAയിൽ മത്സരിച്ചാണ് ഈ സീറ്റിൽ ജയിച്ചിട്ടുള്ളത്. അവിടെ DMKയുടെ സപ്പോർട്ടോടെയാണ് അവർ ജയിച്ചിട്ടുള്ളത്. കാരണം DMK മത്സരിക്കുന്നിടത്ത് കോൺഗ്രസ് മത്സരിച്ചാൽ ജയിക്കണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ കേരളം എടുക്കുക, ഒരു മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരും കൂടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും കൂടെ അവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കുമല്ലോ. അങ്ങനെ ആണ് പല മണ്ഡലത്തിലും ഇവരൊക്കെ ജയിച്ചു പോകുന്നിട്ടുള്ളത്. അല്ലാതെ കോൺഗ്രസിൻ്റെ മികവ് കൊണ്ട് മാത്രമല്ല, കോൺഗ്രസ് ഈ ഒരു സഖ്യത്തിൽ DMK ആണ് സീറ്റ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി DMK ലീഡ് ചെയ്യുന്ന അലയൻസ് ആണല്ലോ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിൽ നിന്ന് വിട്ടുപോരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ ഏറ്റവും വിട്ടുപോരാൻ സാധ്യതയുള്ളതും കോൺഗ്രസ് ആണ്. ഇപ്പോൾ വിജയ് ജയിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു വിജയം യുവത്വത്തിൻ്റെയാണ്, അത് നമുക്ക് അവഗണിക്കാൻ കഴിയാത്തതാണ്, അത്രത്തോളം പവർഫുള്ളാണ്, വിജയായിട്ട് ഞാൻ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റാണ്. അപ്പോൾ ഒരു പ്രതീക്ഷയുള്ളത് ഈ ഒരു കോൺഗ്രസിൻ്റെ 5 MLA-മാരുണ്ടല്ലോ, ഈ മുന്നണിയിൽ നിന്ന് പിന്നെ വിടണം, അവിടെ ബ്രേക്ക് ചെയ്യണം. ഇത്രയും കാലം കോൺഗ്രസിന് സ്റ്റാലിൻ്റെ കീഴിൽ ഒരു അടിമയെ പോലെ കഴിയേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം 18 സീറ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ, മന്ത്രിസ്ഥാനം പോലും കൊടുത്തിട്ടില്ലായിരുന്നു. അയാൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഈ സഖ്യത്തിലുള്ള ആർക്കും തരില്ല എന്നല്ലേ. അപ്പോൾ കോൺഗ്രസ് എങ്ങനെയെങ്കിലും വിട്ടുപോകാൻ നിൽക്കുകയാണ്. പക്ഷേ ഇത്രയും കാലം സ്റ്റാലിനുമായിട്ട് പിണങ്ങാനൊരു കാരണമില്ലാത്തത് കൊണ്ട് മാത്രം പോകാതിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി മറ്റ് 2 പ്രമുഖമായിട്ടുള്ള പാർട്ടികൾ നോക്കുകയാണെങ്കിൽ CPIയും CPIM ആണല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ് ഇതിന് വിട്ടുപോകാനായിട്ട്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് ഈ നമ്മളുടെ ലോക്സഭയിലേക്ക് MP ആയിട്ട് ജയിക്കണമല്ലോ. അതൊക്കെ ഈ DMK ഇവർക്ക് 2-3 സീറ്റ് കൊടുക്കും. അവിടുന്ന് ഈ DMK പ്രവർത്തകരുടെ സപ്പോർട്ട് കൊണ്ടാണ് അവർ ജയിച്ച് പാർലമെൻറ്റിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു കുറ്റബോധം തോന്നത്തില്ല, ഇത്രയും ജയിപ്പിച്ച് വിട്ട ആ ഒരു DMK എങ്ങനെ വിട്ടുപോകാൻ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ട് തല്ലിപ്പിരിഞ്ഞ് പോകുന്നതാണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ അധികാരത്തിന് വേണ്ടി മാത്രം മന്ത്രിസ്ഥാനം കിട്ടുമെന്നുള്ളത് കൊണ്ട് മാത്രം DVKക്കൊപ്പം പോയി ചേർന്നാൽ അതൊരു മോശമാകില്ലേ എന്നൊക്കെയുള്ള തോട്ടുകൾ ഉണ്ടാകാം. വലിയ പാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഈ ഒരു അലയൻസിൽ നിന്ന് വിട്ട് ഇവിടെ ചേരാനായിട്ട്. പക്ഷേ ഇവർക്ക് നിലപാട് മാറ്റാൻ പാടൊന്നുമില്ല. കാരണം തുടക്കത്തിൽ ഈ ഒരു SPA ചേരുന്ന മുമ്പ് പറഞ്ഞിട്ടുള്ള എന്താണ്, DMK ബൂർഷ്വാ പാർട്ടിയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
ഇപ്പോൾ അതിൽ പോയി ചേർന്നു. ഇപ്പോൾ ടി വിക്ക് ബൂർഷ്വാ പാർട്ടി അല്ലേ, ഇനി അവിടെ പോയി ചേരുമ്പോൾ അത് ബൂർഷ്വാ പാർട്ടി അല്ല എന്നാവും. അങ്ങനെ നിലപാടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടൊന്നും നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റില്ല. അതിങ്ങനെ മാറി മറിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും അവിയൽ മുന്നണികൾ രൂപീകരിച്ചും ഒക്കെ പോയിക്കൊണ്ടേയിരിക്കും. അത് ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ സ്വതന്ത്രമായ കാലഘട്ടം മുതലെടുത്ത് നോക്കിയാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് കാണാൻ പറ്റുമല്ലേ. ഇനിയുള്ളത് മുസ്ലിം ലീഗാണ്. ലീഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റാലിനുമായിട്ട് അത്രത്തോളം വ്യക്തിബന്ധവും ആത്മബന്ധവും ഒക്കെ ഉള്ളൊരു പാർട്ടിയാണ്, പാർട്ടി പ്രവർത്തകരാണ്, നേതാക്കളാണ്. അപ്പോൾ അവരുടെ കാര്യവും ഭയങ്കര പാടാണ്. വിജയ് ഇവർക്കെല്ലാം മന്ത്രിസ്ഥാനം ഓഫർ ചെയ്യും, ഈവൻ വേണമെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ ഓഫർ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു കാര്യം പറയുവാണെങ്കിൽ ഇലക്ഷന് മുമ്പ് കോൺഗ്രസിനെ തന്നോടൊപ്പം ചേരാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. 75 സീറ്റായിരുന്നു കോൺഗ്രസിന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്നിട്ടും കോൺഗ്രസ് പോയില്ല കേട്ടോ. അതാണ് കോൺഗ്രസിന് പറ്റിയൊരു പാളിച്ച. എന്തെന്നാൽ മാറ്റത്തിനൊത്ത് കോൺഗ്രസ് സഞ്ചരിച്ചില്ല. ഇവിടെ നോക്ക്, നമ്മളുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് റോഷി അഗസ്റ്റിൻ കാരണം UDF-ലേക്ക് പോയില്ല. മത്സരിച്ച 12 സീറ്റിലും മാണി ഗ്രൂപ്പ്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ UDF-ലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ജോസ് കെ മാണിയൊക്കെ മന്ത്രിയാകേണ്ടതാണ്. എന്തായാലും കോൺഗ്രസ് TVക്കൊക്കെ ഒപ്പം ചേർന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ട്രാപ്പായി കിടക്കുകയാണ്. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ട് ചാടാം ഇങ്ങോട്ട് ചാടാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ചാടിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം അവരെ ജയിപ്പിച്ചത് DMK പ്രവർത്തകരാണ്. അവരോട് ചെയ്യുന്ന വിശ്വാസവഞ്ചനയാവും, നാണക്കേടാവും, അധികാരത്തിന് വേണ്ടി പോയി എന്നുള്ള ആ ഒരു നാഷണൽ ലെവലിൽ ആ ഒരു അപമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള DMDKയും VCKയും പറഞ്ഞിട്ടുണ്ട് ഇല്ല, ചേരാൻ താല്പര്യമില്ല. അപ്പോൾ ഈ ഒരു പാർട്ടികളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇപ്പോൾ കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, CPI, CPIM, മുസ്ലിം ലീഗ് ഇവർ തീരുമാനിച്ചാൽ വിജയ്ക്ക് ജയിക്കാം, മുഖ്യമന്ത്രിയാകാം. പക്ഷേ അതിന് ഇത്രത്തോളം പ്രൊസീജിയർ ഉണ്ട്. ഇവർ സ്റ്റാലിനെ ഒട്ടി നിൽക്കുന്നതായതുകൊണ്ട് തന്നെ ചാടാനുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും അധികാരത്തിന് വേണ്ടി ചാടി എന്നുള്ള ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. രണ്ടാമത്തെ വഴി എന്നാൽ AIADMK ആയിട്ട് ചേരുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതും പ്ലസ് ആണ്. 53 സീറ്റാണ് അലയൻസിനുള്ളത്, 47 AIADMK പാർട്ടിക്കുള്ളത്. PMK 4, BJP 1, AMMK 1, ഇങ്ങനെയാണ് മൊത്തം കൂടെ 53 സീറ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ നായകൻ എന്നുള്ളത് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള എടപ്പാടി പളനിസ്വാമിയാണ്. അപ്പോൾ വിജയ് ഇവർക്കൊപ്പം ചേർന്നാൽ, അല്ലെങ്കിൽ ഇവർ വിജയ്ക്കൊപ്പം ചേർന്നാൽ തീർച്ചയായിട്ടും വിജയ്ക്ക് കിട്ടാൻ പോകുന്ന വലിയ രാഷ്ട്രീയ അനുഭവ സമ്പത്തായിരിക്കും. മുഖ്യമന്ത്രിയായിട്ട് റൂൾ ചെയ്തിട്ടുള്ള, തമിഴ്നാട് റൂൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ പിന്നെന്തുകൊണ്ട് ചേർന്നൂടാ? പക്ഷേ അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ വിജയ് മുമ്പോട്ട് വെച്ച രാഷ്ട്രീയ വാക്യങ്ങൾ, അല്ലെങ്കിൽ വിജയുടെ ഐഡിയോളജീസിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തെ തന്നെ ഇവിടെയുള്ള ദ്രാവിഡ പാർട്ടികൾ DMKയും AIADMKയും നശിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് രൂക്ഷമായിട്ടായിരുന്നു ഈ ഒരു ദ്രാവിഡ പാർട്ടികളെ വിജയ് വിമർശിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അങ്ങനെ വിജയുടെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ളവരെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് വിജയുടെ തന്നെ ഐഡിയോളജീസിന് നേരെ വിരുദ്ധമായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വോട്ട് പിടിച്ചിട്ട് നേരെ ഉൾട്ടടിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ പൊറുക്കുവോ? ഇല്ല. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈ ഒരു സഖ്യത്തിലാണ് BJP ഉള്ളത്. BJP ഇതിൽ നിന്ന് വിടണം, അല്ലെങ്കിൽ BJP ഇതിൽ നിന്ന് വിടിയിക്കണം. BJPക്കൊപ്പം ഒരിക്കലും വിജയ് ചേരില്ല. അതായത് ഞാൻ പറഞ്ഞു വന്നത് AIADMK പ്ലസിനൊപ്പം ചേർന്നാൽ വിജയ് BJPക്ക് ചേരുന്നതിനൊപ്പമാണ്. കാരണം ഇവരെല്ലാം ഒരേ അലയൻസിലായിരിക്കും പിന്നീട് വരുന്നതല്ലേ. അപ്പോൾ BJPയുടെ ഒരു MLA ഉണ്ട് എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് BJPക്കൊപ്പം തനിക്കൊരു കുഴപ്പമില്ല. കാരണം വിജയ് ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് ഈ ഒരു BJP ആയിരുന്നല്ലേ. മോദിയൊക്കെ പരസ്യമായിട്ട് കടന്നാക്രമിച്ച് വിമർശിക്കുകയാണ്. ഈ ഒരു മത പ്രശ്നങ്ങളിലും ഒക്കെ പറഞ്ഞിട്ട് രൂക്ഷമായിട്ട് വിമർശിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിജയ് ഇതേ BJP ഉള്ള ഒരു അലയൻസിനൊപ്പം, സഖ്യത്തിനൊപ്പം ചേരുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ചേർന്നാൽ വിജയുടെ ആ പ്രഭാവത്തിനേൽക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും അല്ലേ, ഏറ്റവും വലിയ കോട്ടം തട്ടലായിരിക്കും അതെന്നുള്ളത്. അപ്പോൾ വിജയെ സംബന്ധിച്ച് BJP ഇപ്പോൾ AIADMK ദ്രാവിഡ പാർട്ടികളെ രൂക്ഷമായിട്ട് വിമർശിച്ചെങ്കിലും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാം. പക്ഷേ BJP ഉള്ളത് വിജയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഒരു കാര്യം പറയുവാണെങ്കിൽ BJPക്ക് കഴിഞ്ഞ 4 MLA-മാരുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ BJPക്ക് വലിയ തിരിച്ചടിയേറ്റ് ഒരു MLA ആയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അപ്പോൾ AIADMK ആയിട്ട് ചേരുന്ന കാര്യവും ഇതാണ് പ്രശ്നം. കംപ്ലീറ്റ് ഐഡിയോളജി ഷിഫ്റ്റാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? മറ്റൊന്നുമല്ല, ഇപ്പോൾ ഭരിച്ച പാർട്ടിയുള്ള DMK ഉണ്ടല്ലോ, സ്റ്റാലിൻ്റെ പാർട്ടി ഉണ്ടല്ലോ, സ്റ്റാലിൻ്റെ പാർട്ടിയായിട്ട് ഒരു സഖ്യമുണ്ടാക്കിയിട്ട് ഭരിക്കാമെന്നുള്ളതാണ്. ആ ഒരു സംഭവം നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിജയ് പ്രസംഗത്തിൽ സ്റ്റാലിൻ അങ്കിൾ എന്നൊക്കെ വിളിച്ചിട്ട് പരസ്യമായിട്ട് പരമാവധി അദ്ദേഹത്തെ വിമർശിക്കുകയാണ്. അങ്ങനെ DMKക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നതല്ല ഈ ഒരു മക്കൾ രാഷ്ട്രീയം, സ്വജനപക്ഷപാതം. സ്റ്റാലിനാണെങ്കിൽ സ്വന്തം മകനെ ജയിപ്പിച്ച് ഉപമുഖ്യമന്ത്രിയായിട്ടൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ മകനടക്കം കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ മകനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള പരിപാടിയിലാണ്. ഈ ഒരു മക്കൾ രാഷ്ട്രീയത്തിനെതിരെയും അതുപോലെ തന്നെ ഈ അധികാര ദുർവിനിയോഗത്തിനെതിരെയും ഏകാധിപത്യത്തെ പറ്റിയിട്ടും കുടുംബവാഴ്ചയെ പറ്റിയിട്ടും എല്ലാ ബോർഡിലും കോർപ്പറേഷനിലും ഒക്കെ ഉള്ളത് ഈ DMKയുടെ സ്റ്റാലിൻ്റെയും മറ്റ് നേതാക്കളുടെയൊക്കെ ആൾക്കാരാണ്. മക്കളും മരുമക്കളും മച്ചാനും മച്ചമ്പിയൊക്കെയാണുള്ളത്. ഇതിനെതിരെയൊക്കെ രൂക്ഷമായിട്ട് സംസാരിച്ച സ്റ്റാലിൻ അങ്കിൾ എന്ന് വിളിച്ച് പരസ്യമായിട്ട് വിമർശിച്ച വിജയ് ഇതേ സ്റ്റാലിൻ്റെ പാർട്ടിയായിട്ട് ചേരുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതിൽ ഏറ്റവും സാധ്യതയുള്ളത് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു വഴിയാണ്
ആ ഒരു SP എന്ന് പറയുന്ന അലയൻസിൽ നിന്ന് DMK-യോടൊപ്പമുള്ള അലയൻസിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, CPI, CPIM, മുസ്ലിം ലീഗ് ഇവരെ അടർത്തിയെടുത്തുകൊണ്ട് തന്നോടൊപ്പം ചേർക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് വിജയ്ക്ക് മുമ്പിലുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3 ഓപ്ഷനേ ഉള്ളൂ. നിലവിൽ ഈ 3 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. വിജയ് ഇപ്പോൾ നിലവിൽ ഗവർണറോട് കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട് ഈ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനായിട്ട്. 2 ആഴ്ചത്തെ ഒരു അവധി, ഒരു സമയമാണ് വിജയ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്തെന്നാൽ നിലവിൽ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ കൂടിയിട്ട് ഗവർണർ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ കക്ഷിയെ ക്ഷണിക്കും ഒരു മന്ത്രിസഭ രൂപീകരിക്കാനായിട്ട്. വിജയ്ക്ക് രൂപീകരിക്കാം. പക്ഷേ ഗ്രൗണ്ടിൽ നിയമസഭയുടെ അകത്ത് വിജയ് ഭൂരിപക്ഷം തെളിയിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്കായിരിക്കും അത് നയിക്കാൻ പോകുന്നത്. ഗവർണർ അടുത്തുടനെ ചെയ്യുന്നത് മറ്റൊരു കക്ഷിയെ ക്ഷണിക്കുകയാണ്. അപ്പോൾ അവരിപ്പോൾ DMK-യും AIADMK-യും കൂടെ കൂടിച്ചേർന്ന് കക്ഷി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗവർണർക്ക് സമ്മതിക്കേണ്ടി വരും. അവർ മന്ത്രിസഭ രൂപീകരിക്കും. അങ്ങനെ അതും പറ്റിയില്ലെങ്കിൽ കൊളാപ്സ് ചെയ്യും, ബൈ ഇലക്ഷൻ വരും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് വിജയ്ക്ക് നിലവിൽ ഭൂരിപക്ഷം തികച്ച് കാണിക്കാൻ പറ്റിയില്ലെങ്കിലുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാം വിജയ് ഈ പറഞ്ഞ 4 പാർട്ടികളെ തൻ്റെ കൂടെ എങ്ങനെയെങ്കിലും ഒക്കെ ചാക്കിട്ട് പിടിക്കുമെന്ന്. പിടിക്കട്ടെന്നേ. കാരണം സ്റ്റാലിൻ്റെ കീഴിൽ ഒരു അടിമകളെ പോലെയാണ് ഇവരെല്ലാം നിന്നിട്ടുണ്ടായിരുന്നത്. 18 സീറ്റ് കിട്ടിയിട്ടും ഒരു മന്ത്രിസ്ഥാനം പോലും കോൺഗ്രസിന് കൊടുത്തില്ല. എന്തൊക്കെ നിബന്ധനകളും നിയമങ്ങളും, ഒരു ഏകാധിപതിയെ പോലെയാണ് സ്റ്റാലിൻ SP-യെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടറിയാം വരും ദിവസങ്ങളിൽ എന്തായി തീരും വിജയുടെ ഒരു ഇതെന്നുള്ളത്. 2 ആഴ്ചത്തോളം സമയമാണ് ചോദിച്ചിട്ടുള്ളത്. വിജയ് പലതരത്തിലുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയൊക്കെ ബന്ധപ്പെട്ടു എന്ന് അവർ പറയുന്നുണ്ട്. ഇനി ഇവരുടെയൊക്കെ തീരുമാനമാണ് നമ്മൾ അറിയേണ്ടത്. കോൺഗ്രസ് അറിയാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ളവരും കൂടെ പറഞ്ഞാലേ കാര്യമുള്ളൂ. കോൺഗ്രസ് മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അർജുൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.